അരുൺ മോനെ, എനിക്ക് പേടിയാവുന്ന അച്ഛാ. എന്നോടുള്ള ദേഷ്യത്തിലാണ് നന്ദിനി നിന്നെ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഭഗവാനെ? എനിക്ക് അരുൺ, ഇതിന്റെയൊക്കെ കാരണം ആ കാലചക്രമാണ്. അതങ്ങ് കൊടുത്തേക്കാന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. അതനുസരിക്കാത്തോണ്ടല്ലേ നന്ദിനി അരുണേട്ടനെ ഇങ്ങനെ ചെയ്തത്. എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് അരുണേട്ടൻ പറഞ്ഞത് കാലചക്രം തിരിച്ചേൽപ്പിക്കാന്ന്. അതിന്റെ ശിക്ഷയെ ഇപ്പൊ ജീവന് വേണ്ടി പോരാടുന്നത്. അരുണേട്ടൻ എന്തെങ്കിലും സംഭവിച്ചോ പിന്നെ ഞാൻ ജീവനോടുണ്ടാവുന്ന കരുതണ്ട. എങ്ങനെയെങ്കിലും എന്റെ അരുണേട്ടനെ രക്ഷപ്പെടുത്ത്. അരുണേട്ടനെ ഈ സ്ഥിതി കണ്ടിട്ട് ഡോക്ടറടുത്ത് കൊണ്ടുപോയ പോലെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ദൈവിക മാർഗത്തിലൂടെ രക്ഷപ്പെടുത്താനേ കഴിയൂ. എങ്ങനെയെങ്കിലും എന്റെ അരുണേട്ടനെ രക്ഷപ്പെടുത്തച്ച എന്തെങ്കിലും ഒരു വഴി ആലോചിക്കച്ച. കാലചക്രത്തിനുള്ള ശക്തിക്ക് മാത്രമേ ഇപ്പൊ നന്ദിനിയുടെ വിഷം ഇല്ലാതാക്കാനാവൂ. കാലചക്രം ഉപയോഗിച്ചേ അരുണിനെ ഇപ്പൊ രക്ഷിക്കാനാവൂ. ഞാൻ പോയി അത് എടുത്തോണ്ട് വരാം. നിന്നെ രക്ഷപ്പെടുത്താനായി കാലചക്രം എടുക്കാൻ രാജശേഖരൻ പോയിരിക്കുകയാണ്. അവൻ വന്ന ഉടനെ അവനെ കൊന്നിട്ട് ആ കാലചക്രം ഞാൻ കൊണ്ടുപോയിരിക്കും. ഇതും കൂടി കൈ കിട്ടിയിട്ട് വേണം അമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ നന്ദിനിയുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാൻ. മാധവി, എന്താ? നന്ദിനി അരുണിനെ കൊല്ലാൻ ശ്രമിച്ചു. വേഗം വാ. അരുൺ, വേഗം രക്ഷപ്പെടുത്തച്ച. ഇവളെന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇത് ഭൈരവിയാണെന്നാണല്ലോ ഞാൻ കരുതിയിരുന്നത്. അവളായിരുന്നെങ്കിൽ ഇത്ര എളുപ്പം നന്ദിനിക്ക് കീഴ്പ്പെടില്ലായിരുന്നു. അപ്പോ ഇത് അരുൺ തന്നെയാണ്. ഭൈരവി ചിലപ്പോൾ രക്ഷപ്പെട്ടു കാണും. നന്ദിനിയുടെ വിഷം തീണ്ടി ഇങ്ങനൊരു ദുരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അരുൺ തന്നെയാണ്. ഇവനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നന്ദിനി ആ കാലചക്രത്തിനായി കലിപൂണ്ടി നടക്കുകയാണെന്നാ തോന്നുന്നത്. ഇപ്പെല്ലാം ശരിയായി. ഇപ്പോഴാണ് എനിക്ക് സമാധാനായത്. അമ്മേ ഭഗവതി, എന്റെ അരുണോട്ട് രക്ഷപ്പെട്ടല്ലോ. ഈ കാലചക്രം തിരിച്ചു കൊടുക്കണമെന്നാണല്ലോ ഇത്ര നാളും നീ പറഞ്ഞുകൊണ്ടിരുന്നേ. നിന്റെ ജീവന് പോലും ആപത്തായ ആ വിഷം ഈ കാലചക്രം ഉപയോഗിച്ച് ഇല്ലാതാക്കിയതുകൊണ്ടാ നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ കാലചക്രം നന്ദിനിയിൽ നിന്ന് നമ്മളെല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ടാ കൂടെ തന്നെ വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ? എനിക്കറിയാമായിരുന്നു നീ ഇത് അപഹരിക്കാൻ ശ്രമിക്കുമെന്ന്.
ഇപ്പൊ തൽക്കാലം ഞാനിത് നിനക്ക് തരില്ല. ഭൈരവി ധൃതി വെച്ച് ഇങ്ങനെ പെരുമാറിയതുകൊണ്ട് ആ കാലചക്രം മാധവിയുടെ കയ്യിലെത്തിയല്ലോ. അരുൺ, ഒന്നും സംഭവിച്ചില്ലെങ്കിലും എന്റെ ജീവൻ പോയ പോലെ ആയി എനിക്ക്. എന്തായാലും വരാനിരുന്ന ആപത്ത് തലനാരിഴയ്ക്കാ മാറിപ്പോയത്. ഇപ്പോഴാ മോനെ സമാധാനമായത്. അരുൺ മോനെ, ഗംഗേ, അരുൺ എന്നോട് വല്ലാത്ത ദേഷ്യത്തില. അതിൽ അവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. നന്ദിനി ഇപ്പൊ വരുത്തി വെച്ച ആപത്ത് കാലചക്രം ഉണ്ടായിരുന്നുകൊണ്ട് മാറിപ്പോയതല്ലേ. ഇനി മുതൽ അരുണിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നീ വേണം മോളെ അവനെ സംരക്ഷിക്കാൻ. ഇവൾ ഭൈരവിയാണെന്ന് രാജശേഖരന് ഇനിയും മനസ്സിലായിട്ടില്ല. അവള് ചത്താലും നീ അവളെ കൊന്നാലും എനിക്കൊന്നുമില്ല. എനിക്ക് ആവശ്യം കാലചക്രമാണ്. അതാ മാധവിയുടെ കയ്യിലുമെത്തി. അരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നന്ദിനി, അരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്താ ഇപ്പൊ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. എന്നെ ഉപയോഗിച്ച് കാലചക്രം കൈക്കലാക്കുമെന്നല്ലേ നന്ദിനി പറഞ്ഞത്. എന്നാൽ എന്നെ രക്ഷിച്ചതും കാലചക്രം എടുത്തുകൊണ്ട് പോയതും മാധവിയാണ്. കൃത്യസമയത്ത് ഗംഗ വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതിനിടയ്ക്ക് നന്ദിനി എവിടെ പോയി? നിങ്ങൾക്കിപ്പോ ശരിക്കും നന്ദിനി എവിടെ ഉള്ളതെന്ന് അറിയണം. അതല്ലേ വേണ്ടത്? നിനക്ക് നന്ദിനി വന്ന കാര്യം അറിയോ ഗംഗെ? അറിയാം. നന്ദിനി എവിടെ? അവളെവിടേക്കാ പോയത്? നന്ദിനി ഇപ്പൊ എവിടെയാ ഉള്ളത്? മുന്നിൽ തന്നെ നിൽക്കുന്ന കണ്ടില്ലേ? കണ്ണ് തുറന്ന് നോക്ക്, നിനക്ക് ഇപ്പൊ കാണാം. നീ അരുണിനെ കടത്തിക്കൊണ്ടുപോയിട്ട് അരുണായിട്ട് അഭിനയിക്കല്ലേ? ഞാനും ഗംഗയെ കടത്തി വെച്ചിട്ട് ഗംഗയായിട്ട് അഭിനയിക്കുക. ഞാൻ നന്ദിനിയാണെന്ന് മനസ്സിലാക്കാതെ നീ എന്നോട് തന്നെ കാലചക്രം എടുത്തു തരാൻ സഹായം ചോദിച്ചു. നീ ഇവിടെ ഉള്ളത് ഒരു കണക്കിന് എനിക്ക് ഉപകാരമാവുമെന്ന് കരുതി ഞാനും ഒന്നും പുറത്ത് കാണിച്ചില്ല. ഇപ്പൊ ഞാൻ എന്റെ സ്വയരൂപം കാണിക്കാൻ നിർബന്ധിതയായി. ഇനി എന്റെ ചൊൽപ്പടിക്ക് നീ നടക്കാവൂ. കാലചക്രം എന്റെ കയ്യിൽ വരാൻ നീ എന്നെ സഹായിച്ചേ മതിയാകൂ. ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ അരുണിന്റെ രൂപത്തിൽ തന്നെ നിന്നെ ഞാൻ ചുട്ടുകരിക്കും. ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് കുറച്ചു നേരം മുൻപ് നീ മനസ്സിലാക്കി കാണുമല്ലോ.
എന്നെ അനുസരിക്കാൻ തയ്യാറാണോ നീ, അതോ എന്റെ കൈ കൊണ്ട് ചാകണോ? ഇപ്പൊ നന്ദിനെ എതിർക്കാൻ നിന്നാൽ ആ കാലചക്രം പിന്നെ ഒരിക്കലും എനിക്ക് കിട്ടില്ല. മാത്രമല്ല, ഇവളെന്തും ചെയ്യാൻ മടിക്കാത്തവളാ. ഇവളെ അനുസരിക്കുന്നത് പോലെ അഭിനയിച്ച് ആ കാലചക്രം എങ്ങനെയെങ്കിലും എനിക്ക് കൈക്കലാക്കണം. എന്താ മിഴിച്ചു നോക്കുന്നേ? നീ എന്തൊക്കെ കെണി ഒരുക്കാൻ നോക്കിയാലും അത് എന്റെ അടുത്ത് നടക്കില്ല. ഇതിന് നീ എന്നോടൊപ്പം നിൽക്കല്ലാതെ വേറെ വഴിയില്ല. എന്താ ആലോചിക്കുന്നേ? ഞാൻ അനുസരിക്കാം. നീ പറയുന്നതൊക്കെ ചെയ്യാം. എന്നെ നീ ഒന്നും ചെയ്യരുത്. അവസാനം എന്റെ വഴിക്ക് വന്നില്ലേ നീ? ഇനി നിന്നെ എന്തെങ്കിലും ചെയ്യുന്നു പേടിക്കണ്ട. എന്താ ഇയാൾക്ക് പറ്റിയത്? എങ്ങോട്ടാ ഈ തോക്കും കൊണ്ട് പോകുന്നത്? രാജശേഖര, നിക്ക. എന്താ രാജശേഖര, താനിത് എങ്ങോട്ടാ പോകുന്നേ? അരുണിനെ കൊല്ലാൻ വരെ നന്ദിനി ഇപ്പൊ മുതിർന്നിരിക്കുക. ഇനി വെറുതെ ഇരിക്കണമെന്നാണ് പറയുന്നത്. എന്നുവെച്ച് നേരെ നന്ദിനി അന്വേഷിച്ചു പോയി കൊല്ലാൻ പോവാ താൻ? നന്ദിനിയുടെ ശക്തിക്ക് മുന്നിൽ ഈ തോക്കൊരു ആയുധമേ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ ജീവനായ ആ സുകുമാരനെ ഗോഡൌണിലേക്ക് പിടിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞിരിക്കുക. അവനെ കൊന്ന് വേണ്ടപ്പെട്ടവർക്ക് ആപത്തുണ്ടാകുമ്പോൾ വേദന എന്താണെന്ന് അറിയിക്കും ഞാൻ അവളെ. ആവേശം കാട്ടാതിരിക്കുതാൻ. നന്ദിനി ഇപ്പൊ ഈ കൊട്ടാരത്തിലേക്ക് പല തവണ വന്നിട്ട് പോയില്ലേ? എങ്കിലും ഇതുവരെ തന്നെയോ എന്നെയോ അവളൊന്നും ചെയ്തിട്ടില്ല. അവൾക്കിപ്പോ തൽക്കാലം ആവശ്യം ആ കാലചക്രങ്ങളാ. അത് നമ്മൾ ഭദ്രമായി വെച്ചിരിക്കുന്നത് വരേക്കും അവൾ നമ്മളെ യാതൊന്നും ചെയ്യില്ല. ഇനി അരുണിനും ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാൻ രാജശേഖര. അവൾക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ടാ അരുണിനെ ഇന്ന് അവൾ കൊല്ലാൻ ശ്രമിച്ചതെന്ന് നീ പറ. കാലചക്രം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. ഇല്ലായിരുന്നെങ്കിൽ എന്തായനെ? തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ താനിപ്പോ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത് ആ നന്ദിനിക്ക് കലിപ്പുണ്ട് അവൾ അരുണിനെയോ മറ്റുള്ളവരെയോ എന്തെങ്കിലും ചെയ്ത് അപായപ്പെടുത്താൻ ശ്രമിച്ചാ എന്ത് ചെയ്യും നമ്മള്? അതുകൊണ്ട് തൽക്കാലം താനെന്ന് അടങ്ങ് രാജശേഖര. ആ നന്ദിനിയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. മാധവി, നീ എന്നത്തെയും പോലെ എന്നോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കണ്ട. അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തായടാ കാര്യങ്ങള്? സാറേ, സുകുമാരൻ ഇപ്പൊ പഴയ വീട്ടിലല്ല താമസിക്കുന്നത്. അവൻ പോവാനിടയുള്ള സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു. അവൻ അവിടെ നിന്നില്ല സാറേ. എന്തിനാ അതിനെയൊക്കെ വിട്ടെ? അവനെ തൂക്കിയെടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാ പറയുന്നേ? അവ സംഭവം മണത്തറിഞ്ഞങ്ങാട്ടും മാറിയതാണ്. സാറ് കുറച്ച് സമയം തരാണെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരാം സാറേ. ഓടാ, അവൻ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വാ. ശരി സാർ. ആ സാറേ. എടോ, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും താനൊന്ന് അനുസരിക്ക്. കുറച്ചുകൂടെ സമയം എനിക്കിതാ. ഞാൻ ആ നന്ദിനിയെയും ഭൈരവിയെയും ഒരുമിച്ചില്ലാതാക്കാനുള്ള വഴി കണ്ടെത്താം. നന്ദിനി, എന്റെ അരുണിനെ ആക്രമിക്കാൻ ശ്രമിച്ച നിന്നെ കൊല്ലാതെ വിടില്ല ഞാൻ. എന്താ ഇത്? ഗംഗ എന്താ ഇങ്ങനെ തലേ കൈവച്ചിരിക്കുന്നേ? ഗംഗേ, എന്താ മോളെ നിനക്ക് പറ്റിയേ? എന്താന്നറിയില്ല ചേച്ചി, വല്ലാത്തൊരു ക്ഷീണം. തലചുറ്റലുണ്ടോ മോളെ? ആ ഉണ്ട്. ഛർദിക്കാൻ വരുന്ന പോലെ തോന്നുന്നുണ്ടോ? ആ ചിലപ്പോഴൊക്കെ. അപ്പൊ ഞാൻ കരുതിയത് ശരിയാ. ചേച്ചി എനിക്ക് മനസ്സിലായില്ല.
എടാ രാജശേഖര, അരുൺ, ലീലേ, ദേവി, മായ എല്ലാരും ഇങ്ങോട്ട് വന്നേ. അയ്യോ ചേച്ചി, ഇപ്പൊ എന്തിനാ എല്ലാരും ഇങ്ങോട്ട് വിളിക്കുന്നേ? ചീത്ത വിഷയങ്ങൾ കേട്ട ഉടനെ വിട്ടു കളഞ്ഞേക്കണം. നല്ല വിഷയങ്ങൾ കേട്ട ഉടനെ എല്ലാരോടും വിളിച്ചു പറയണം. നല്ല കാര്യോ? അതെന്ത് കാര്യമാണെങ്കിലും ആദ്യം എന്നോട് പറഞ്ഞേ. ആദ്യം മോളെ കൈ ഇങ്ങോട്ട് തന്നെ. കൺഫേം ആയിട്ട് നീ അമ്മയാവാൻ പോവാ. എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ്, അത് ഒരു ആൺകുഞ്ഞ് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അവനെ ഒന്നെടുത്ത് എനിക്ക് കളിപ്പിക്കണം. മോൾ ഇനി ഒരു ജോലി ചെയ്യണ്ട കേട്ടോ. എടാ രാജശേഖര, ഈ കൊട്ടാരത്തിന് ഒരു അനന്തരാവകാശി പറക്കാൻ പോവാടാ. എല്ലാരും വിളിച്ച് നമുക്കിതൊന്ന് ആഘോഷിക്കണം. ആദ്യം കുറച്ച് മധുരം വാങ്ങി എല്ലാവർക്കും ഒന്ന് വിതരണം ചെയ്യണം. ഷോ, എനിക്ക് വയ്യ. ഒരു പെണ്ണ് അമ്മയാകുന്നത് അവൾക്ക് ഈ ജന്മത്തിൽ കിട്ടുന്ന ഭാഗ്യമാണ്. ഗംഗയ്ക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ കഴിഞ്ഞെങ്കിൽ ഞാനായിരിക്കും അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത്. എത്രയും വേഗം ഗംഗയ്ക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഗംഗേ, കരയാതിരിക്കുക ഗംഗേ. ഇനി കുറച്ചുകൂടി ഇടിച്ചാൽ മതിയാവും. ഞാൻ ഇടിച്ചു കളയാം. ഗംഗേ, എന്തു പറ്റി ഗംഗേ? ഒന്നുമില്ല. നിക്ക്. ഗംഗേ, 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 നീ എന്തിനാ ഓമിറ്റ് ചെയ്യുന്നേ? എന്താ ഗംഗേ നിനക്ക് പറ്റിയേ? ഗംഗേ, നീ എന്തിനാ ഓമിറ്റ് ചെയ്യുന്നേ? എന്താ ഗംഗേ നിനക്ക് പറ്റിയേ? ഗംഗേ, എന്താ ഗംഗേ? എന്താ ഗംഗേ നീ ചിരിക്കുന്നേ? എന്താ ഇപ്പൊ പറയാ? ഞാൻ ഛർദിച്ചതിന്റെ കാരണം അന്നേട്ട് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല ഗംഗേ. അരുണേട്ടൻ അച്ഛനാകാൻ പോവുക. അച്ഛനാവും പോകുന്നു. അയ്യോ, ഗംഗേ, ഈ സമയത്ത് നീ നമ്മുടെ കൊട്ടാരത്തിലായിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഗംഗേ, ഒരുപാട് സന്തോഷമായിട്ടിരിക്കേണ്ട സമയത്ത് ഇങ്ങനെ
ഈ ഒരു അവസ്ഥയിൽ നിന്നെ കണ്ടിട്ട് എനിക്കത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഗംഗെ. അതൊന്നും സാരമില്ല. സന്തോഷിക്കേണ്ട ഈ നേരത്ത് അരുണേട്ടൻ ഇങ്ങനെ വിഷമിക്കരുത്. എവിടെയാണെങ്കിലും ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ അരുണേട്ടൻ എന്റെ കൂടെ ഉണ്ടല്ലോ, എനിക്കത് മതി. ഗംഗെ, കാലചക്രം അന്വേഷിച്ച് നടന്നപ്പോഴൊന്നും എന്റെ കയ്യിൽ കിട്ടിയില്ല. കയ്യെത്തും ദൂരത്ത് വന്നിട്ടും അത് കൈവശപ്പെടുത്താൻ പറ്റിയില്ല. അവർ രണ്ടുപേരും കാലചക്രം എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നാലും അത് ഞാൻ എങ്ങനെയും തേടി കണ്ടുപിടിച്ചിരിക്കും.